നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശോഭാ സുരേന്ദ്രൻ തനിക്ക് പണം തരാനുണ്ട് എന്ന് പറഞ്ഞ ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയതോടെയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകൾ കൊഴുപ്പിച്ചത്. അത് മറുപടി പറയാനെത്തിയ ശോഭാ സുരേന്ദ്രനാണ് സൂചന നൽകിയത്. ഇത് ഏറ്റെടുത്ത കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഇപിയുടെ പേര് പറഞ്ഞതോടെ വലിയ വിവാദമായി. പിന്നീട് പാർട്ടിയും ഏറ്റെടുത്തു. അവസാനം ദല്ലാൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ വക്കീൽ നോട്ടീസ് അയച്ച ഇപി ജയരാജൻ. ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ, കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് LDF കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇപി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത്. തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുന്നതിനും കരിവാരി തേക്കുന്നതിനും വേണ്ടി ഗൂഢാലോചനയിലൂടെ കള്ളപ്രചാരവേല നടത്തിയെന്നാണ് ആരോപണം. ആരോപണങ്ങൾ പിൻവലിച്ച ഉടൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിക്കാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ മുഖേന ഇപി നോട്ടീസ് അയച്ചത്. വിവിധ പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും നൽകിയ അഭിമുഖങ്ങളിലും പ്രതികരണങ്ങളിലും ഇവർ ഇപി ജയരാജനെതിരെ അപവാദം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുക വഴി ഇപിയെ മാത്രമല്ല പാർട്ടിയെയും നേതാക്കളെയും അധിക്ഷേപിച്ചിരിക്കുകയാണ് ഇപി ജയരാജൻ. BJPയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ച ദല്ലാളിനൊപ്പം തന്നെ വന്നുകണ്ടു എന്ന ശോഭാ സുരേന്ദ്രന്റെ വാദം പച്ച നുണയാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് ഇപി. അദ്ദേഹത്തിന്റെ പാർട്ടി കൂറും പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയും ആർക്കും ചോദ്യം ചെയ്യാനാവാത്തതാണ്. 1995 ഏപ്രിൽ 2 BJPക്കാരാണ് ട്രെയിനിൽ വെച്ച് ഇപിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ഒരു നേതാവിനെതിരെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരം അധിക്ഷേപകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നാണ് വിമർശനം. ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം മുൻപും ഇത്തരം ഗൂഢനീക്കങ്ങൾ നടന്നിട്ടുണ്ട്. 1 വർഷം മുമ്പ് നടന്ന സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മാത്രം വെളിപ്പെടുത്തിയതിന്റെ രാഷ്ട്രീയ ഉദ്ദേശവും വ്യക്തവുമാണ് എന്ന് നോട്ടീസിൽ പറയുന്നു. പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കി ദല്ലാൽ നന്ദകുമാറിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും വെളിപ്പെടുത്തലിൽ കുടുങ്ങിയ ഇപി ജയരാജൻ ഒടുവിലാണ് നിയമ നടപടികൾ സ്വീകരിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് തന്നെ കുരുക്കിലാക്കിയ വിവാദ ദല്ലാൽ TG നന്ദകുമാറിനും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനുമെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന നിലപാട് സ്വീകരിച്ചത്. നിലവിലുണ്ടായ ഈ വിവാദത്തിൽ നിന്ന് തലയൂരാൻ ഇത് മാത്രമാണ് വഴിയെന്ന CPM നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇപിയെ പ്രേരിപ്പിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയിൽ പോലും പങ്കെടുക്കാതെ TG നന്ദകുമാറിന്റെ അടുത്തെത്തി ഇപി ജയരാജന്റെ നിലപാടിൽ നേരത്തെ തന്നെ CPM നേതൃത്വത്തിന് അമർഷമുണ്ടായിരുന്നു എങ്കിലും കാര്യമായ നടപടികൾക്കോ വിമർശനത്തിനോ ഇപി വിധേയനായിരുന്നില്ല. ഇതിന് പിന്നാലെ ഇതേ നന്ദകുമാറുമായി പല വിഷയത്തിൽ ഇപി ജയരാജന്റെ പേര് ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു. അവസാനമായി നന്ദകുമാറും BJP ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കറുമായും തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന ഗുരുതരമായ ആരോപണം ഇപിക്കെതിരെ ഉയർന്നതോടെ പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ഇപിക്കെതിരെ കടുത്ത വിമർശനം ഉയരുകയും ചെയ്തത്.